എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഈ കാണുന്ന റേഞ്ച് റോവറാണ്. 2018 മോഡൽ വണ്ടിയാണ്. അപ്പോൾ ഈ വാഹനത്തിൽ ബാറ്ററി എവിടെയാണ് വരുന്നത്, മെയിൻ ബാറ്ററി, അതേമാതിരി തന്നെ ഈ വാഹനത്തിൻ്റെ ഓക്സിലറി ബാറ്ററി എവിടെയാണ് വരുന്നത് എന്നാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. വളരെ ഒരു ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ മെക്കാനിക്കൽ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വാഹനം വർക്ക്ഷോപ്പിൽ വന്നിട്ടുള്ളത്. അപ്പോൾ കൂളൻ്റ് ലീക്കും കാര്യങ്ങളൊക്കെ നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലോ അതേമാതിരി ജർമ്മൻ വാഹനങ്ങൾ ടെക്നിക്കൽ സപ്പോർട്ടൊക്കെ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞ് നല്ല നല്ല വീഡിയോ ഈ ചാനലിലൂടെ വരുന്നതാണ്. നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഈ കാണുന്ന റേഞ്ച് റോവറിൻ്റെ സ്പോട്ടാണ്. 2018 വണ്ടിയാണെങ്കിൽ ഇപ്പോഴും കണ്ടു കഴിഞ്ഞാൽ പുതുപുത്തൻ പോലെ തന്നെയുണ്ട്. അതേമാതിരി തന്നെ വെൽ മെയിൻറ്റെയിൻ വണ്ടിയാണ്. ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും വർക്കോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തന്നെ അപ്പം തന്നെ അപ്രൂവലാണ്. അതേമാതിരി തന്നെ ആ സമയത്ത് തന്നെ എല്ലാ വർക്കും കാര്യങ്ങളെല്ലാം ചെയ്യാറുണ്ട്. ഇതിൻ്റെ അകത്ത് നമ്മൾ ഇതിൽ വന്നിരിക്കുന്ന എഞ്ചിൻ എന്ന് പറയുന്നത് ഒരു V6 സൂപ്പർ ചാർജർ എഞ്ചിനാണ്. ഇതിപ്പോൾ നമ്മൾ വാഹനങ്ങളുടെ മേജർ ജോബും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതേമാതിരി തന്നെ ഫ്രണ്ടറിലും അതേമാതിരി ഫ്രണ്ട് ഗ്രില്ലിലൊക്കെ നമ്മൾ ഇതേമാതിരി പ്ലാസ്റ്റിക് ഉപയോഗിച്ച് ഫുള്ളായിട്ട് കവർ ചെയ്യും. കാരണം വേറെ സ്ക്രാച്ചോ കാര്യങ്ങളോ വരാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചില മോഡൽ വാഹനങ്ങളിൽ നമ്മൾ ഫ്രണ്ടർ കവർ ഹോൾഡായി നിൽക്കത്തില്ല. ഈ വാഹനത്തിൻ്റെ ബാറ്ററി ഡെഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുള്ളത് ഇവിടെ തന്നെയുണ്ട്. ഇതിൻ്റെ പോസിറ്റീവ് ടെർമിനൽ ഇവിടെയുണ്ട്. അതേമാതിരി നെഗറ്റീവ് ടെർമിനൽ നമുക്ക് കണക്ട് ചെയ്യണമെങ്കിൽ ഇവിടെ കണക്ട് ചെയ്യാം. ഇതിപ്പം കുറേ നട്ടും ബോൾട്ടൊക്കെ കാര്യങ്ങളൊക്കെ ഊരി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണാം വർക്കിംഗ് ഒരു പ്രോസസ്സിങ്ങിലാണുള്ള വർക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ അകത്ത് ഞാൻ നേരത്തെ കുറേ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. റേഞ്ച് റോവറിൻ്റെ സൂപ്പർ ചാർജറിൻ്റെ ഫാൻ ക്ലച്ച് അയക്കുന്നത്, അതേമാതിരി തന്നെ നോർമൽ വണ്ടിയുടെ ഫാൻ ക്ലച്ച് എങ്ങനെയാണ് അയക്കുന്നത് എന്നൊക്കെയുള്ള വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് റൊട്ടേഷനും കാര്യങ്ങളൊക്കെ ചെറിയ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഇതൊരു V6 സൂപ്പർ ചാർജർ എഞ്ചിനാണ്. നല്ലൊരു പവർഫുൾ എഞ്ചിൻ തന്നെയാണ്. ഈ മോഡൽ വാഹനം കോമൺ ആയിട്ട് എന്തൊക്കെ കംപ്ലൈൻറ്റ് ഉള്ളതൊക്കെ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്. ഇതിപ്പോൾ കണ്ടല്ലോ ഫാൻ ക്ലച്ചാണിത്. അപ്പോൾ ഇതിൻ്റെ റൊട്ടേഷൻ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ അത് എന്താണെന്നുള്ളത് നേരത്തെ വീഡിയോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. അപ്പോൾ കൂളൻ്റ് ലീക്ക്, ബ്രേക്ക് അങ്ങനെയുള്ള വർക്കും കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേമാതിരി തന്നെ ഇതിൻ്റെ നമ്മൾ സ്റ്റിയറിംഗ് ലോക്ക് ചെയ്തിട്ടുണ്ട്. കാരണം സ്റ്റിയറിങ്ങിൻ്റെ ഒരു ഇൻ്റർമീഡിയറ്റ് ഷാഫ്റ്റ് ഉണ്ട്, അതിൻ്റെ ബുഷ് ഡാമേജ് വരാറുണ്ട്. അപ്പോൾ അത് നമ്മൾ റിപ്ലേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന എനിക്കൊരു വിശ്വാസമുണ്ട്. കാരണം അതേമാതിരി തന്നെ ഈ മോഡൽ വാഹനങ്ങളുടെ ഓക്സിലറി ബാറ്ററി വരുന്ന ലൊക്കേഷനും അതേമാതിരി തന്നെ മെയിൻ ബാറ്ററി വരുന്ന ലൊക്കേഷനും ഈ വീഡിയോയിൽ തന്നെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഡിക്കി ഉയർത്തി കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ മെയിൻ ബാറ്ററിയും ഓക്സിലറി ബാറ്ററിയും ഈ ഡിക്കിക്കകത്ത് തന്നെയാണ് വരുന്നത്. ഇതിൻ്റെ അകത്ത് മെയിൻ ബാറ്ററി വരുന്നത് നമുക്ക് ഇതിൻ്റെ ഈ അടിയിലത്തെ കവർ നമുക്ക് ഊരണം. അപ്പോൾ ആ കവർ ഊരിക്കഴിഞ്ഞാൽ ഒരു സ്പെയർ ടയർ ഉണ്ട്. ഇതിൻ്റെ അടിയിലായിട്ട് നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ മെയിൻ ബാറ്ററി വരുന്നത്. അപ്പോൾ മെയിൻ ബാറ്ററി അയക്കണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ സ്പെയർ വീലൊക്കെ എടുത്ത് പുറത്ത് വെക്കണം. അതേമാതിരി തന്നെ ഇതിൻ്റെ എയർമാറ്റിക് കംപ്രസറിൻ്റെ ലൊക്കേഷനൊക്കെ ഇവിടെ തന്നെയാണ് വരുന്നത്. ഇതിൻ്റെ അകത്താണ് എയർമാറ്റിക് കംപ്രസറിൻ്റെ പമ്പും കാര്യങ്ങളൊക്കെ എല്ലാം വരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഈ ടയർ അയക്കുന്നതൊന്നും ഞാനിപ്പോൾ കാണിക്കുന്നില്ല, കാരണം ഞാനിപ്പോൾ അത് അയക്കേണ്ട ആവശ്യം വരുന്നുമില്ല. അതേമാതിരി തന്നെ ഇതിൻ്റെ ഓക്സിലറി ബാറ്ററി വരുന്നത് ഈ റൈറ്റ് സൈഡിലെ കവറിൻ്റെ അകത്താണ്. അപ്പോൾ ഈ കവർ നിങ്ങൾക്ക് ഊരിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ആയിട്ടാണ് ഓക്സിലറി ബാറ്ററി എന്ന് പറയുന്നത്. ഈ കാണുന്ന ഇത് കണ്ടല്ലോ, ഇതാണ് ഇതിൻ്റെ ഓക്സിലറി ബാറ്ററി എന്ന് പറയുന്നത്. ഇതിൻ്റെ പഴയ മോഡൽ ഓക്സിലറി ബാറ്ററി എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയുന്ന പോലെ തന്നെ ഞാനതൊരു ഫോട്ടോ ഞാൻ ഇട്ട് തരാം. ഇപ്പം തന്നെ ഈ ബാറ്ററി കണ്ടല്ലോ, ഇതാണ് പഴയ മോഡൽ റേഞ്ച് റോവറിലൊക്കെ വരുന്നത്. അപ്പോൾ ഇപ്പോൾ നിലവിൽ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ ഓക്സിലറി ബാറ്ററി എന്ന് പറയുന്നത്. നമുക്ക് ഫോൾട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിത് മാറുകയെന്ന് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ അകത്ത് വേറെ റിപ്പയറിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ നമ്മളിത് കാര്യങ്ങളെല്ലാം പിടിപ്പിച്ചു, കവറും പിടിപ്പിച്ചു. ഇത് റേഞ്ച് റോവർ അതേമാതിരി തന്നെ നമ്മുടെ വർക്ക്ഷോപ്പിൽ മറ്റൊരു വണ്ടിയും കൂടി വന്നിട്ടുണ്ട്. ഇത് റേഞ്ച് റോവറിൻ്റെ വോഗാണ്. അപ്പോൾ ഈ വോഗിൻ്റെ ഈ കാണുന്ന മൊഡ്യൂൾ എന്ന് പറയുന്നത് BCM ആണ്. ഇതിനും വന്നിരിക്കുന്ന സെയിം ബാറ്ററി തന്നെയാണ്, ഓക്സിലറി ബാറ്ററി തന്നെയാണ് വന്നിരിക്കുന്നത് ഇവിടെ. അപ്പോൾ ഇതിപ്പം ഓക്സിലറി ബാറ്ററി ഫെയിലിയർ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മളിപ്പം ഓക്സിലറി ബാറ്ററി മാറുന്ന വീഡിയോ ഒന്നും ഞാനിപ്പോൾ കാണിച്ചു തരുന്നില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് അത് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. എൻ്റെ ഫ്യൂസിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളെല്ലാം ഇവിടെ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇത് കണ്ടല്ലോ, ഇത് റേഞ്ച് റോവറിൻ്റെ ഒരു വോഗാണ്. അപ്പോൾ ഇതും നല്ല വെൽ മെയിൻറ്റൈൻഡ് തന്നെയാണ്. നല്ല നീറ്റും കാര്യങ്ങളൊക്കെ എല്ലാം വണ്ടി തന്നെയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിലോ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല നല്ല വീഡിയോകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.